നമ്മുടെ ഡാനി ചേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ ഞാൻ മേക്കപ്പിന് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചീനെയും മേക്കപ്പും എല്ലാം എനിക്ക് നമ്മുടെ ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ സിമ്പിൾ നല്ല രസം കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ വരും. അപ്പം ഞാൻ ഈ ചേച്ചി അക്കൗണ്ട് കൊളാബ് ചെയ്യാം. അപ്പം എല്ലാവരും അടിപൊളി വീഡിയോസ് ഉണ്ട്. ചേച്ചി മേക്കപ്പിൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഫുള്ളായിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ കാണാൻ. ഗൈസ് ഇവിടെ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം, നമ്മൾ കാണിച്ചു തരാം. വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പോവാണ്. എന്നെ കൊണ്ടുവരാൻ വരുന്ന ഒരാൾ നിങ്ങൾ 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 അശി കുളിച്ചിട്ടുമില്ല നനച്ചിട്ടുമില്ല കേട്ടോ. തുറക്ക് ഗൈസ്. കുളിക്കാത്ത ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് കണ്ടില്ലേ, കുളിക്കൂല ജപിക്കൂല ഒന്നും ചെയ്യില്ല. ബിഗ് ബോസ് എല്ലാവർക്കും അറിയാം അവിടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചത് ആരാണ്. അങ്ങനെ ഡ്രൈവർ പൾബർ വണ്ടി ഓടിക്കും, ശരിക്കും ഓടിക്കും ഡ്രൈവർ. എനിക്ക് എന്റെ മേക്കപ്പ് ഒറ്റ ബ്രേക്ക് പിടിച്ചാൽ നിന്റെ മോന്തൊന്ന് മുന്നിലിടിക്കും. മേക്കപ്പിന്റെ ഇത് തീരുമാനവും. മേക്കപ്പ് എന്നല്ല, ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാ. എത്ര മണിക്ക് ഇങ്ങനെ കുളിച്ചിട്ടില്ല എന്നെ കണ്ടുപിടിക്കണം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ 2 മണിക്ക് എനിക്ക് കുളിച്ചു പറയൂ. തൃശ്ശൂരിന്ന് വരണ്ട ഞാൻ. അപ്പൊ ഇനി കല്യാണത്തിന് വിശേഷങ്ങൾ കാണാം ഗൈസ്. ബൈ. അങ്ങനെ അഭിഷേക് ചേട്ടന്റെ വീടെത്തി. അഭിഷേക് ചേട്ടന്റെ വീടല്ല, അഭിഷേക് ചേട്ടന്റെ അച്ഛന്റെ ചേച്ചിയുടെ വീട്. അയ്യോ, ആരുടെയും വീട്. നിങ്ങളുടെ വീട് ചെങ്ങന എന്താ? ചെങ്ങന്നൂര്. വിവാഹാലോചനകളൊക്കെ ചെങ്ങന്നൂർക്കാണ്. എല്ലാവർക്കും ഇതേ ഉള്ളല്ലോ. എന്താ ചെയ്യാ, എന്നെ കെട്ടിച്ചു വിടാഞ്ഞിട്ടാണ്. അതെ, അങ്കിള് തുറന്നു. ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കേറുന്നു. അങ്കിള് പാവം. നിങ്ങൾ ആ കാറിലല്ല വന്നിട്ടുണ്ടായിരുന്നല്ലേ? കാറൊക്കെ ഓടിക്കാറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെയാണ് കറക്റ്റായിട്ട് ഓടിക്കണം കേട്ടോ. ശരിയാണ്, ഓടിച്ചോളൂ. അഞ്ജന മോൾ നമ്മുടെ അഭിഷേക് ചേട്ടൻ നല്ല തേപ്പുകാരനാന്ന് അറിഞ്ഞിരുന്നു. ഇപ്പൊ നേരിട്ട് കണ്ടു. നന്നായി തേക്കില്ലേ? നന്നായി തേക്കും. കണ്ടില്ലേ എന്താ പാവം. കല്യാണം കഴിച്ച് പൊക്കോടല്ലേ, ഭാര്യ തേച്ചു കൊടുക്കുന്നൊക്കെ. ഇങ്ങനെ നല്ല ചിന്തയുണ്ട്. നിങ്ങൾക്ക് വയസ്സായില്ലേ? കണ്ട മുടിയൊക്കെ നരച്ചു. നീ ഋഷിന്റെ കല്യാണം, അത് കഴിഞ്ഞാൽ അഭിഷേക് ചേട്ടന്റെ കല്യാണമാണ്. അതിന് ശിശുചേട്ടൻ്റെ ഉണ്ട്. കുറെ കല്യാണം കഴിഞ്ഞിട്ട് കാണാം അനിയത്തിമൊക്കെ കെട്ടാൻ. അല്ലേ അഞ്ജന? അല്ലേ പറു? അല്ല, അമ്മയാണല്ലേ ബാക്കില്. കഴിച്ചിട്ട് ഇട്ടിട്ട് വരട്ടെ. കുറെ നേരമായി കുളിക്കാൻ കയറിയിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. എപ്പോ കല്യാണം പോകാനോ അപ്പൊ കാണാം. അങ്ങനെ നമ്മള് അഭിഷേക് ചേട്ടൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്. മാക്കുന്ന അവിടെ ഒരാൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ 2 ആൾക്കാർ ഒളിഞ്ഞിക്കാണ്. പക്ഷെ ഞാൻ കാണിക്കുന്നില്ല. പാവങ്ങൾ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് ഇവിടുത്തെ ചേച്ചിയാണ്ട ഫുഡ് ഉണ്ടാക്കുന്നത്. എന്താണ്? അടിപൊളി. അതെ, വീഡിയോ ഉണ്ട്. അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻറ്റി ഇങ്ങോട്ട് ഓട് നോക്കൂതേ. കണ്ടു ആൻറ്റീനെ. പനിയാന്ന്. ആൻറ്റിക്ക് ഫുൾ പയ്യാട്ടോ. എന്നിട്ട് ആൻറ്റി ഇങ്ങനെ ഫുള്ള് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തൊന്നു. ചേട്ടൻ്റെ പോവാണ് ജോലിക്ക്. അവരെ കണ്ടുപിടിക്കണം. ഈ അഭിഷേക് ചേട്ടവരെയൊക്കെ കണ്ടുപിടിക്കണം എന്ന് അല്ലേ? 2 ആൾക്കാർ ഇവിടെ നിന്ന് പഴം കഴിക്കേണ്ട ഒരാള്. നമ്മള് ഋഷിയുടെ കല്യാണത്തിന് പോവാണ്. കുളിക്കാത്തൊരു ഒളിഞ്ഞു നിൽക്കുന്നു ഗൈസ്. അപ്പോ ഡ്രൈവർ പൽബർ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ ഇനി ഋഷിയുടെ കല്യാണത്തിന് ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. എവിടേക്ക് ഓടുന്നത്? അപ്പൊ നമ്മളിനി കല്യാണ വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ബൈ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇട്ടേരിക്കും. നമ്മളിറങ്ങി വണ്ടി ഓടിക്കാണ് ഗൈസ്. അങ്ങനെ ഇനി പെരുമ്പാവൂരെത്തണം. അയ്യോ എത്തണം. ഇവിടെ റീൽസ് എടുത്ത് എനിക്ക് വയ്യണ്ട. ഞാൻ ഉടിത്തളർന്നു. ഞാൻ എന്നെ എത്ര നല്ല ഭംഗിയിൽ വന്ന ഞാനാണ് ഇപ്പൊ നോക്കിയതിന്റെ കോലം. നമുക്ക് ഇനി ഋഷിയുടെ അവിടെ പോയിട്ട് എല്ലാം ഇടിച്ചത് എന്റെ മൂക്ക് കളയോ. നമുക്ക് ഇനി ഋഷിയുടെ അവിടെ പോയിട്ട് എല്ലാ വിശേഷങ്ങളും കാണാം. അപ്പൊ ബൈ. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്തൊക്കെ എത്തിയില്ല. സിബിൻ മോൻ, അൻസിബേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ അഭിഷേക് ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിക്കായിരുന്നു അവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പാറുകുട്ടി വരുന്നുണ്ട് കേട്ടോ. പാറുകുട്ടി എന്തൊരു കുറുമ്പാ നോക്ക്. അത് ഫോണിൽ അടിക്കണ്ടേ, പാവാണ് കേട്ടോ.
1.5 മണിക്കൂറിന്റെ വർക്കാണ് ശിവാനി എന്തോ സിബിജനെ കാണിക്കണ്ടായി നമ്മുടെ ഋഷിക്കുട്ടിന്റെ കല്യാണം. അങ്ങനെ നമ്മുടെ പാറുക്കുട്ടി കേശു ശിവാനും ഒക്കെ വന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടിക്കാട്ടി ജാസ്മിൻ മോൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് എടുക്കേണ്ടതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രിച്ചേട്ടൻ നിങ്ങളെല്ലാവരും പച്ചയാണല്ലോ, നമ്മൾ യാദൃശ്ചികമായിട്ട് പച്ചയാണ്, പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്ലാനിങ് ഉണ്ടെന്നാണ് ഇവർ വിചാരിക്കട്ടെ അങ്ങോട്ട്. ഇതാണ്ട് നമ്മുടെ ശിവാനിക്കുട്ടിയുടെ അമ്മ ഭയങ്കര പാവാണ് കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ ഋഷിച്ചേട്ടൻ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രിച്ചേട്ടൻ കുരവിടുന്നുണ്ട് ഗേയ്സ്. ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഋഷിച്ചേട്ടൻ സ്റ്റേജിലേക്ക് കയറുന്നത്. നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഡാൻസ് ആണല്ലോ ഉള്ള ജീവൻ. മോൺസ്റ്റർ എത്തിയിരിക്കുന്നു ഗൈസ്. മോൺസ്റ്റർ പച്ച എല്ലാവരും പച്ചയാണല്ലോ ഫുള്ള്. ഇങ്ങനെ എൻ്റെ മാച്ചിരിക്കല്ലോ കേട്ടോ. ഞാൻ അത് മാത്രം കട്ട് ചെയ്തിട്ടു അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബാക്കിലൊരു ഭൂതം വല്ലാണ്ട് ഭൂതം കാണാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മൂമ്മേനെ വിളിക്കും. രണ്ടാളൂടെ ബന്ധുക്കളെ പോലെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പുമുളക് ഫാമിലിയിലത്തെ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശനും അതുപോലെ കേശു, ബാലുചേട്ടനും നീലിച്ചേച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ലച്ചുചേച്ചി എത്തിയിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഋഷിച്ചേട്ടൻ കേട്ടോ. താലിയായിട്ട് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അടിപൊളി താലിയായിട്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൈ വരച്ചില്ല. ഞാൻ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പോലെ അങ്ങനെ ഒന്നും ആയില്ല. മര്യാദക്ക് എനിക്ക് കെട്ടാനറിയാം. അങ്ങനെ നമ്മുടെ ഐശ്വര്യ ചേച്ചി എത്തി, കല്യാണ പെണ്ണ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഋഷിച്ചേട്ടൻ നോക്കിയിരിക്കുകയാണ് ചേച്ചിനെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ കയറി. ഇതാ ഋഷിച്ചേട്ടനും ചേച്ചി നല്ല ഭംഗിയുണ്ട്. രണ്ടാളെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് ലുക്കായിരുന്നു രണ്ടാളെയും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറ ചേട്ടന്മാർ ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടില്ല. അഭിഷേക് ചേട്ടൻ്റെ, ഇപ്പോൾ ജാസ്മിൻ ചേച്ചിൻ്റെ, ഗബ്രി ചേട്ടൻ്റെ, നോറേച്ചിൻ്റെ, സിബിൻ ചേട്ടൻ്റെ, രതീഷ് ചേട്ടൻ്റെ, അങ്ങനെ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നാളെ വരും. അങ്ങനെ നമ്മുടെ ഋഷിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു ഇല്ലേ? കല്യാണം കഴിഞ്ഞ സന്തോഷമായില്ലേ? അല്ല ഇനി അടുത്തത് അഭിഷേക് ചേട്ടൻ്റെ. അഭിഷേക് ചേട്ടൻ ഉടനായിട്ട് ഉണ്ടാവും. അഭിഷേക് ചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, അഭിഷേക് ചേട്ടൻ്റെ ഒരു എയിമാണ് സിനിമയിൽ വലിയൊരു നായകനാവണം അല്ലേ? നായകൻ തലവാന്തിയേ. അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ നാളെയാണ് റിസപ്ഷൻ വരുന്നത്. അതിന്റെ കോസ്റ്റ്യൂം മേടിക്കാനായിട്ട് ഞാൻ എവിടെ നമ്മൾ എന്താണ് നോർത്ത് പറവൂർ. അപ്പൊ എത്ര മണി? 6:30 കഴിഞ്ഞു അല്ലേ? 6:45. എനിക്ക് 6:45 ബസ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ബസ് ലേറ്റ് ആയി. 8 മണി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സ്ഥിതിക്ക് ഞാൻ കമ്മലൊക്കെ മേടിച്ചു. കമ്മല് കിട്ടിയിട്ടൊന്നുമില്ല. നോർത്ത് പറവൂർ അത്ര പോരാ കമ്മലിന്റെ കടകളൊന്നും. എത്ര കടകൾ കയറിയിട്ടാന്ന് പറയാം ലാസ്റ്റ് ഒരു കമ്മൽ കിട്ടിയത്. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞു. നമ്മൾ നാളെ പുതിയ ബ്ലോഗൊക്കെ കേട്ട് ഞാൻ വരും. അപ്പൊ ഗൈസ് ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, പറ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി അപ്പൊ ബൈ ബൈ.